ഉസ്താദ് പറഞ്ഞു ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക് ഹർക്കത്തും പുള്ളിയൊന്നും അറിയത്തില്ല. ഇൻഷാ അല്ലാഹ് നമുക്കൊരു സംവാദം വെക്കാം, വിശാലമായിട്ട് ചർച്ച ചെയ്യാം, സാധാരണക്കാരായിട്ടൊക്കെ ഉള്ളവർക്കൊന്ന് അറിയട്ടെ. പിന്നെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഈ പറഞ്ഞതിനെല്ലാം കൂടിയുള്ള ഒരു ഒറ്റ വാക്ക് ഞാൻ ഇത് മാത്രമേ പറയുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്താ ഉസ്താദ് തീരുമാനിക്കുന്നത് ഇതിൽ ഇൻഷാ അല്ലാഹ് അതിന്റെ ഔഖാഫുമായിട്ട് അറിഞ്ഞുകൊണ്ട് നമുക്ക് തീരുമാനിക്കാം. ഞാൻ എപ്പോഴും റെഡിയാണ്, ഇപ്പൊ തന്നെ റെഡിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. നാളേക്ക് നീട്ടി വെക്കാൻ എനിക്കതിനൊന്നും ഒഴിവില്ല. എനിക്ക് ഇതൊക്കെ നാളെ തിരക്കിട്ട പരിപാടികളാണ്. നിങ്ങൾ ഇതിനു വേണ്ടി നിങ്ങൾ ഇങ്ങനെ ഞാൻ ഇപ്പം തന്നെ റെഡിയാണ്. ഇവിടെ കുറേ ഉസ്താദുമാരുണ്ട്, ബാക്കി ഉസ്താദുണ്ട്, സിറാജുദ്ദീൻ ഉസ്താദുണ്ട്, ഇവരെല്ലാവരും ഉണ്ട്. ഓരോന്നും പറഞ്ഞു ഞാൻ ഒറ്റക്ക് നിങ്ങൾ എവിടെ വെച്ചാൽ പിടിച്ചു കൊടുന്നോളി മൗലവിമാരെ, ഞാൻ നാളെ സുബഹി വരെ ഇവിടെ നിൽക്കാം. നാളെ എനിക്ക് വേറെ വടകര അടുത്തൊരു പരിപാടി ഉണ്ട്, അതുകൊണ്ട് എനിക്ക് രാത്രി അങ്ങോട്ട് എത്തണം. അതുവരെ ഞാൻ ഇവിടെ ഇരിക്കാം. നിങ്ങൾ ആരെച്ചാൽ കൊടുന്നോളി, നിങ്ങൾ കൊടുക്കുന്ന മൗലവിമാരൊക്കെ പാടെ അത്രേ ഉള്ളൂ, എന്തിനാ പേര് അപ്പുറം. അപ്പം അതുകൊണ്ട് ആ ജാതി ഒന്നും പറഞ്ഞ് ഇവിടെ ഞെട്ടിച്ചണ്ടാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതൊക്കെ നമ്മളിത് പഠിച്ചിട്ടാണ് പറയണത്, വെറുതെ പറയല്ല. നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ അർക്കത്തും പുള്ളി അറിയാത്തോലാണ്, അതുകൊണ്ടാണ് ഞാൻ അത് കിതാബിൻ്റെ കൊണ്ടുവന്നത്. ഞാൻ മനപ്പാടം ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ഇതപ്പം ഇയാളിങ്ങനെ എന്തൊക്കെ പറയാണ്, അത് വേണ്ട, അതൊക്കെ എനിക്ക് ഇഫുള്ളത് തന്നെ. എന്തിനപ്പം ഞാൻ ഇല്ലാത്ത പറയണില്ല, എനിക്ക് മനപ്പാടാ. പക്ഷെ ഞാൻ ഈ കിതാബ് കൊണ്ടു കാണിച്ചത് നിന്റെ വകയല്ല, സംശയമുള്ളവരുണ്ടോ നോക്കിക്കോളീന്ന ഒരു മുഖാമുഖത്തിൽ ഞാൻ അത് പറഞ്ഞു. ഞാൻ കിതാബ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഒരാൾക്ക് മോലും ഇങ്ങനെയൊക്കെ കിതാബിലുണ്ടോ വന്നോളിയോ മൂപ്പര് കിതാബ് നോക്കിയപ്പോൾ കുറേ ഇങ്ങനെ നോക്കി, മൂപ്പര് പിന്നെയും ഇങ്ങനെ നോക്കി. ഞാൻ പറഞ്ഞു കുറച്ച് വെള്ളം കുടിക്കും മൂപ്പർക്ക് പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ 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 എന്ന് പറഞ്ഞു. ഇത് എല്ലാവരും ആദ്യം കേൾക്കുകയാണ്, നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തല്ല. മുജാഹിദ് മൗലവിമാർ ഇതൊന്നും കേട്ടിട്ടില്ല. ഓല് മൗല ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇപ്പൊ അതൊക്കെ പറഞ്ഞപ്പോൾ മൂപ്പര് പറഞ്ഞ മറുപടി എന്താ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഈ ആയത്ത് ഷാഫി ഇമാമിന് അറിയില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മൾ ചിന്തിക്കണത് അതല്ലേ. ഈ ആയത്ത് ഇമാം നവവി കണ്ടിട്ടില്ലേ? ഈ ആയത്ത് ഗസാലി ഇമാം കണ്ടിട്ടില്ലേ? ഈ ആയത്ത് ഇമാമുൽ അബൂ ഹനീഫ തങ്ങൾ കണ്ടിട്ടില്ലേ? ഇമാം മാലിക് കണ്ടിട്ടില്ലേ? ഇമാം റാസി കണ്ടിട്ടില്ലേ? ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി കണ്ടിട്ടില്ലേ? ഞാൻ ഇവിടെ 100 ഇനിയും വായിക്ക സമയം പോകും എന്നതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കടക്കാത്തത്, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഞങ്ങൾക്ക് പൂർവീകർ, പ്രമാണവും പൂർവീകർ. ഈ പ്രമാണം ഖുർആനും സുന്നത്തും മുജാഹിദ് ഇങ്ങനെ കൊട്ടിഘോഷിക്കുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ ഖുർആൻ നമുക്ക് എത്തിച്ചു തന്നതാരാ? ഒരു സുപ്രഭാതത്തിൽ അള്ളാഹു തആല ഇങ്ങനെ പത്രസമ്മേളനം നടത്തിയിട്ട് ഓരോ നാട്ടിലേക്ക് ഓരോ കോപ്പിട്ടതാ? അല്ല, നമുക്ക് ഖുർആൻ എത്തിച്ചു തന്ന ആളുകളാണ് ഈ ആളുകളൊക്കെ. ഈ ഖുർആൻ അത് നമ്മൾ അംഗീകരിക്കുന്നു, മുജാഹിദും അംഗീകരിക്കുന്നു. ഞങ്ങൾ ഖുർആൻ അംഗീകരിക്കുന്നു. എന്നാ ആ ഖുർആൻ നമുക്ക് എത്തിച്ചു തന്ന ആളുകൾ, മഹാത്മാക്കൾ, ആ ഖുർആനിന്റെ ആശയങ്ങളും നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാ ഞങ്ങൾ പറയുന്നത്. ഖുർആന്റെ ലഫ്ളുകൾ മാത്രമല്ല, അതിന്റെ ആശയങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖുർആന്റെ ലഫ്ളുകൾ നമ്മൾ അംഗീകരിക്കുന്നത് പോലെ അതിന്റെ ആശയങ്ങളും നമ്മൾ അംഗീകരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അതാണ് ഇവിടെ ഈ കണ്ടത്. ഈ ഖുർആൻ എത്തിച്ചു തന്ന ആളുകളാണ് ഇവരൊക്കെ. ഇവർ നമ്മളോട് പറയുന്നു ഈ ആശയങ്ങൾ ഇത് ദീനാണ്, അതൊക്കെ നമ്മൾ അംഗീകരിക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് വേണ്ട, ഖുർആന്റെ പദം ഞങ്ങൾ അംഗീകരിക്കും, പിന്നെ ആശയം ഞങ്ങൾ അംഗീകരിക്കും. അത് ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പരിഭാഷ വായിച്ചിട്ട് ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ പറഞ്ഞതെങ്കിൽ അത് ഇവിടെ നടക്കൂലെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. മുസ്ലിമീങ്ങൾക്ക് ആ ആശയം ഇവിടെ ആവശ്യമില്ല, അത് ദീനല്ല, അത് ഖുർആനല്ല, അത് മതമല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾക്കറിയോ, മുജാഹിദ് പ്രസ്ഥാനം പൂർവികരായ ഇമാമുകളെ കൈയൊഴിക്കുന്നവരാണ്. മുജാഹിദുകളായ ആളുകൾ ഇമാമുകൾക്ക് നേരെ കുതിര കയറാണ്. ഞാൻ ഒന്ന് നിങ്ങളെ കേൾപ്പിച്ചു തരാം, ഞാൻ ഇത് വെറുതെ പറയല്ല. ഇവരൊക്കെ മുജാഹിദ് മൗലവിമാർ സഹോദരന്മാരെയും സന്തോഷമുള്ളൂ വൈകോട്ടെ. അല്ലല്ല, മൂപ്പര് പോകുന്നതില്ല, മൂപ്പര് ചോദ്യം കഴിഞ്ഞു, മൂപ്പര് പോയി. നിങ്ങൾ അത് ചോദ്യം കഴിഞ്ഞു, മൂപ്പര് പോയി. അതന്നെ, മൂപ്പർക്ക് ചോദിക്കാനുള്ള മൂപ്പര് കഴിഞ്ഞു, അത് ഉറപ്പ് തന്നെയാണ്. അത് പോയി, നമ്മള് മൂപ്പര് പോയി, അത് പോയിക്കോട്ടെ, അതിലൊന്നുമില്ല. അയാൾ വന്നു ചോദിച്ചു, നല്ല സന്തോഷത്തിന് ഞാൻ മറുപടിയും പറഞ്ഞു. നമ്മളും അയാൾ ഒരു പ്രശ്നമില്ലാതെ അയാൾ പോകും ചെയ്തു. അതിലൊന്നും നമുക്ക് കുഴപ്പമില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഞാൻ നിങ്ങൾക്ക് 2-3 കാര്യങ്ങൾ കേൾപ്പിച്ചു തരാം. മുജാഹിദ് പ്രസ്ഥാനം വലിയ നവോത്ഥാനമായി പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ പഠിക്കാൻ മനസ്സിലാക്കി കേൾക്കേണ്ടതുണ്ട്. എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നവോത്ഥാനം? ഞാൻ പറഞ്ഞു, ഒരു വലിയ നവോത്ഥാന നായകന്മാരാണ്. അതിനുവേണ്ടിയാണ് അവരെന്ത് ചെയ്ത് തൗഹീദ് മാറ്റി, അതിന്റെ പുറമെ മുസ്ലിമീങ്ങൾ ചെയ്യുന്ന പല പുണ്യകർമ്മങ്ങളും ചെയ്തു. അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇസ്ലാമിന്റെ ആചാരങ്ങൾ പലതും മാറ്റിയെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ചിലത് ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരേണ്ടത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അതെന്താ? മുജാഹിദുകൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല പറഞ്ഞിട്ട് മുസ്ലിമീങ്ങൾക്കെതിരിൽ തിരിയാണ്. ജുമുഅയുടെ ഖുത്ബ വെള്ളിയാഴ്ച നിർവഹിക്കുന്ന ഖുത്ബ മലയാളത്തിലാക്കിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. മലയാളത്തിലാക്കി നവോത്ഥാനം സൃഷ്ടിച്ചു മുജാഹിദുകൾ. ഇപ്പൊ മുജാഹിദിന്റെ അവസ്ഥ എന്താണെന്നറിയോ? സങ്കടപ്പെടുകയാണ്. കേട്ടോളൂ, നിങ്ങൾ ഒന്ന് വെച്ചു കൊടുത്ത മുജാഹിദ് നേതാവ് സക്കരിയ പറയുന്നത് കേട്ടോളൂ. മുജാഹിദുകളുടെ മലയാള ഖുത്ബ കേൾക്കാൻ പാള കിട്ടുന്നില്ല എന്നാ പറഞ്ഞത്. മഅദല്ലാഹ്, നിങ്ങൾ കേൾക്കണം. പണ്ട് നമ്മൾ അറബിയിൽ
ഖുതുബ ഓതിയപ്പോ പറഞ്ഞു അത് അറബിയിലുള്ള ഖുതുബായിട്ട് ജനങ്ങൾ ഉറക്കം തൂങ്ങാണ്, ജനങ്ങൾക്ക് തിരിണില്ല എന്ന് പറഞ്ഞ് നമ്മളെ വിമർശിച്ചിരുന്ന മുജാഹിദുകളെ സ്ഥിതി എന്താ? സക്കരിയ പറയുന്നു എന്ന് വെച്ചുകൊടുത്ത ഖുതുബനെ കുറിച്ച് അയാൾ പറയട്ടെ. നോക്ക് ജുമുഅന്റെ കാര്യം. ജുമുഅക്ക് എപ്പോഴാ വരിക? ഒട്ടകത്ത് അറുത്ത് കൊടുത്ത കൂലി, പശുവിന് അറുത്ത് കൊടുത്ത കൂലി ഒക്കെ പറയും. പക്ഷേ പിന്നെ ഇമാമ് ഖുതുബക്ക് കയറുമ്പോ വയസ്സന്നായിന്റെ തൊള്ളേക്ക് നോക്കിയ മാതിരി അവിടെ ഇവിടെയോ 4 ആളുണ്ടാവും. ആ മൂലക്ക് ഒരാൾ ഇവിടെ, ഒരാള് 2 ആള് ഇവിടെ ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ വരും വലിയ മുജാഹിദീങ്ങള്. ഖുതുബ പകുതിയായി, ഖുതുബ തീരാ 2ാം ഖുതുബയായി, ഇങ്ങനെ തീരാറാവുമ്പോ ഇങ്ങനെ കയറി വരും. എന്താ അതുകൊണ്ട് കാര്യം? ഒരു കാര്യമില്ല, ഉറപ്പല്ലേ? മുജാഹിദിന്റെ ഖുതുബനെ കുറിച്ച് മുജാഹിദ് നേതാവാ പറഞ്ഞത്. അറബിയിലുള്ള ഖുതുബ കേട്ടിട്ട് ജനങ്ങൾക്ക് ഉറക്കം വരികയാണ് എന്ന് പറഞ്ഞ് മലയാള പ്രഭാഷണം തുടങ്ങിയ ആളുകൾ പോലെ ഖുതുബനെ കുറിച്ച് പറയാ. വയസ്സനായിന്റെ തൊള്ളേക്ക് നോക്കിയ മാതിരി ആ 4 പല്ലിൽ ഉണ്ടാവുള്ളൂ, അവിടെ ഒരാളുകളെ ഉള്ളൂ. ഇനി വന്ന ആളുകളുടെ അവസ്ഥ എന്താ? മൂപ്പരനെ പറഞ്ഞത് ഞാൻ കേൾപ്പിച്ചു തരാം. വന്നോലെന്നെ കൂർക്കം വലിച്ചുറങ്ങുകയാണ്. അത് ആ രൂപം കൂടി മൂപ്പരെ കാണിച്ചു തരുന്നുണ്ട്, വെച്ചുകൊടുക്ക്. വന്നാൽ തന്നെ എന്താ സ്ഥിതി? ഇരുന്ന് ഉറങ്ങാനായിട്ട് നീയത്താക്കി വരില്ല, ഇങ്ങനെ ഇട്ടിരിക്കും. ഇങ്ങനെ പറയാൻ പാടില്ല. പറഞ്ഞ ഓ ഞാൻ ഇവിടുത്തെ വലിയ ആളല്ലേ, മൗലവി കുത്തുബിയിൽ ഉണർത്തി ഭയങ്കര മനസ്സിലായിരിക്കും. എന്റെ മുമ്പിൽ ഉറങ്ങി ഏത് മൗലവിയാലും വേണ്ട ആചാരാലും വേണ്ട ഞാൻ ഉണർത്തും. അത് ഖുതുബനെ അവഹേളിക്കലല്ലേ? അത് മിമ്പർമ കയറിയവൻ ആരാകട്ടെ ജുമുഅക്ക് നേരത്തെ വരൂല്ല, വന്നാ ഉറങ്ങും ചെയ്യാ. എന്താ പിന്നെ അവസ്ഥ? നമ്മൾ ആളുകൾ വെള്ളിയാഴ്ച ഇരുന്ന് ഉറങ്ങണോ ചിലപ്പോൾ എടുത്തോണ്ട് അവന്ന് കൊണ്ടുപോയിട്ടുണ്ട്, എന്നാലേ പിന്നെ മാറ്റുള്ളൂ. അങ്ങനത്തെ ചില മനുഷ്യന്മാരുണ്ടാവും. അപ്പൊ മുജാഹിദിന്റെ മൗലവിമാരുടെ ഖുതുബ കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് ഉറക്കം വരിക, കൂർക്കം വലിച്ചുറങ്ങുക. ഉറക്കത്തിൽ നിന്ന് ഉണരണമെങ്കിൽ ഹൗദ് കൊണ്ടുപോയിടേണ്ടിയിരുന്നു പറഞ്ഞു. അപ്പൊ എന്താ ഉറക്കം? തലയിണ കൊണ്ടുവരുന്നുണ്ടോ എന്ന് ഇനിയിപ്പോ സംശയമുള്ളൂ. മുജാഹിദ് മൗലവി ഇത് ഖുതുബ അനുഭവിച്ച് പറയണത് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ഖുതുബൊക്കെ സഹോദരന്മാരെ, അത് ഖതീബ് ഖുതുബ ഓതുന്ന ഖതീബിന്റെ യോഗ്യത എന്താ? അതാ രസം. അതൊന്ന് കേട്ടോളി. എൻട്രൻസ് തോറ്റവനാണ് അത്ര ഖതീബ് ഖുതുബ ഓതുന്നത്. എൻട്രൻസ് പറഞ്ഞാൽ നിങ്ങൾ കരുതി MBBSന്റെ എൻട്രൻസ് അല്ല, അഫ്ളലുൽ ഉലമന്റെ ഒരു എൻട്രൻസ് ഉണ്ട്. നമ്മളെ സ്കൂൾ മദ്രസ 5ാം ക്ലാസ്സിനോട് സമാനമായ കുറച്ച് വിവരങ്ങളൊക്കെ ഉൾപ്പെട്ട ഒരു പരിപാടിയാണ്. ആ എൻട്രൻസും പ്രീലിയും ഒക്കെ തോറ്റവനാണ് അത്ര ഖുതുബ ഓതുന്നത്. കേട്ടോളൂ നിങ്ങൾ. പല മഹല്ലുകളിൽ ഈ സ്ഥിതി എന്താണെന്നറിയോ? ഓൽക്ക് ഖുതുബ എന്ന് പറഞ്ഞ ഒരു ചടങ്ങാണ്. അതൊന്ന് നടത്തി കിട്ടിയ ഏതെങ്കിലും എൻട്രൻസ് തോറ്റോനോ പ്രിലി തോറ്റോനോ എവിടെയെങ്കിലും തട്ടിമുട്ടിയ ഖത്തീബ് നമുക്കൊരു 100 റുപ്യക്ക് ഒക്കണ ഒരാളെ കിട്ടണം എന്നാ പറയാ. അവർക്കിത് നടന്നു പോയാൽ മതി. എങ്ങനെയെങ്കിലും ഒരു നല്ല ഖത്തീബ് വേണം, നാട്ടിലെ പ്രശ്നങ്ങൾ പരാമർശിക്കണം എന്നൊന്നുമില്ല. നാട്ടിലെ പ്രശ്നങ്ങൾ പരാമർശിച്ച് നാട്ടുകാരെ തൊട്ട് പ്രസംഗിച്ചോ അയാൾ അവിടുന്ന് ഔട്ടാവും വേഗം. നേരെ മറിച്ച് ആളുകളെ ചിരിപ്പിക്കുന്ന പ്രസംഗമാണെങ്കിലോ അടിച്ചുകൂടും എല്ലാ മുജാഹിദീങ്ങളും ഇരുന്നിട്ട് ഇങ്ങനെ കുലുങ്ങിച്ചിരിക്കും. കാരണം ഒന്നും ഓലെ പറ്റിയൊന്നുമില്ല, ഒക്കെ നാട്ടുകാരെ പറ്റിയാണ്. സ്വന്തം ജീവിതത്തെ സ്പർശിക്കുന്ന രൂപത്തിൽ ഒരാൾ ഖുതുബ നടത്താൻ തുടങ്ങിയാൽ ഓൻ അവിടുന്ന് വേഗം ഔട്ടാവും. അത് ഹറാമാണ്, ഇത് തെറ്റാണ്, മറ്റത് പാടില്ലാത്തതെന്ന് പറഞ്ഞാൽ ഇയാൾ കുറച്ച് തീവ്രവാദിയാണ്, ഇയാൾ ശരിയാവില്ല. അയാൾക്ക് എന്തെങ്കിലും കുറ്റമുണ്ടോ നോക്കും. അയാൾ അനുജനെങ്ങനെ, അയാളെ പെങ്ങളെങ്ങനെ, അയാളെ മോനെങ്ങനെ, അയാളെ മോന്റെ തുണിയുണ്ടോ? എന്താ പ്രശ്നം? ഇയാൾ നാട്ടിൽ ഖുതുബ പറഞ്ഞു എന്നുള്ളതാണ്. ഖുതുബ പറഞ്ഞു എന്റെ പെങ്ങൾക്കോ ഖുതുബ പറഞ്ഞു എന്റെ മോനോ അന്യനോ ഒന്നും ഒരു കുറ്റം ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ എടുത്ത് ഇവര് കുത്തിപ്പൊന്തിക്കും. എന്തിന്? ഇവിടെ ഖുതുബ പറഞ്ഞിന് വേറൊരു ആരാപ്പത്? മുജാഹിദീങ്ങളെ കാര്യം പറയണത്. ഓല കാര്യം തന്നെ ഇപ്പൊ നമ്മളും പറഞ്ഞത് മുജാഹിദിന്റെ കാര്യമാണിത്. അത്ര മോശം. എന്നിട്ട് ഇയാൾ ചോദിക്കുക, ഇതിലും നല്ലത് ഞമ്മക്ക് നബാത്തി ഖുതുബല്ല കൂട്ടരെ. നബാത്തി ഖുതുബ എന്ന് പറഞ്ഞാൽ സുന്നികളായ നമ്മൾ ഓതുന്ന പള്ളിയിൽ വെള്ളിയാഴ്ച ഓതുന്ന ഖുതുബ ഉണ്ടല്ലോ, ആ ഖുതുബ അതല്ലേ നല്ലത്. കേട്ടോളൂ അയാൾ പറയുന്നത്. നാട്ടിൽ നടക്കുന്ന തെറ്റുകൾ, വൃത്തികേടുകൾ, മുജാഹിദ് മഹല്ലുകളിലെ ജീർണതകൾ പറയാൻ തുടങ്ങിയ അവനോട് ഖുതുബല്ല. പല പഴയ മുജാഹിദ് മഹല്ലിലെ സ്ഥിതി എന്താന്ന് നിങ്ങള്? മടവൂരിയും ജമാഅത്തും സുന്നിയും ഒക്കെ പാട അലേൻസ. ആ ഐക്യം പറയുന്ന മാതിരി ഒരു പ്രസംഗം അവിടെ നടക്കൂല. പിന്നെ കോഴിക്കോട് ജില്ലയുടെ ഞങ്ങളെ ജില്ലന്റെ അങ്ങേ ഭാഗം നാദാപുരം, കല്ലാച്ചി, വാണിമേല് അങ്ങനെയൊക്കെ കുറെ സ്ഥലമുണ്ട്, ചീക്കോന്ന്, ആ ഭാഗത്തൊക്കെ ഞാൻ പറയില്ല ചില മഹല്ലുകളൊക്കെ സ്ഥിതി അതാ. അവിടെ ഐക്യം തകരാൻ പാടില്ല. 25 കൊല്ലായി മുജാഹിദ് പള്ളിയിലുണ്ടോ, എന്താ മുജാഹിദ് പ്രസ്ഥാനം എന്നറിയില്ല. ആ നാട്ടിൽ നടക്കുന്ന ഒരു തെറ്റിനെയും വിമർശിച്ചൊരു ഖുതുബ അവിടെ പറ്റൂല, ഒരു പ്രസംഗം അവിടെ പറ്റൂല, ഒരു ക്ലാസ് അവിടെ പറ്റും. അപ്പോൾ എല്ലാവരും എല്ലാ ശൈത്താന്മാരും ഒന്നാവും. ജമാഅത്തും സുന്നിയും മടവൂരിയും ലീഗും ഒക്കെ പറയും നമ്മളൊക്കെ ലീഗല്ലേ.
ചിലർത്തതാണ്. നമ്മളൊക്കെ കോൺഗ്രസ് അല്ലേ, അപ്പൊ ലീഗും കോൺഗ്രസിനും MES-ലും MSS-ലും ഒന്നേക്കാരം. അപ്പൊ പിന്നെ പലർക്കും പറ്റാത്തത് പറഞ്ഞാൽ ഓലൊന്നാകും, എല്ലാ ചൈത്താന്മാരും ഒന്നാവും. എന്നിട്ട് ഖുതുബക്കെതിലും ഹത്തീബിനെതിലും തിരിയും. അങ്ങനെ ഒരു ചടങ്ങ് ഇങ്ങനെ നടന്നു പോയാൽ മതി വെള്ളിയാഴ്ച ഖുതുബ. ഇതിലും നല്ല നമുക്ക് നബാത്തി ഖുതുബ അല്ലേ കൂട്ടരെ? എന്തിനാ നബാത്തി ഒഴിവാക്കിയത്? നമുക്ക് ഇതിനും നല്ലത് നബാത്തി ഖുതുബല്ലേ. ഏതാ നബാത്തി ഖുതുബ? വെള്ളിയാഴ്ച നമ്മുടെ ഉസ്താദ് ഖുതുബ മെമ്പറിൽ കയറിയിട്ട് അയ്യുഹന്നാസ് ഊസീകും ഇബാദല്ലാഹി വഇയ്യായ ബിതഖ്വല്ലാഹ്. ആ നീട്ടിയ ഹൃദ്യമായ ആ ഖുതുബ ഇങ്ങനെ കേട്ടാൽ എന്തൊരു ആനന്ദ. അതല്ലേ നമുക്ക് നല്ലത്. നമ്മളെ ഈ മലയാള പ്രസംഗം കൊണ്ട് എന്ത് കാര്യമുള്ളത്? മുജാഹിദ് ചോദിക്കാൻ തുടങ്ങി അവരുടെ നവോത്ഥാനത്തിന്റെ അവസ്ഥ എന്താ. നിങ്ങൾ ചിന്തിക്കണം. ഇവങ്ങനെ ഖുതുബൊക്കെ ചെയ്തു, ഈ ഖുതുബൊക്കെ കഴിഞ്ഞു വന്നു, ഇനി നിസ്കരിക്കാൻ തുടങ്ങുക. നിസ്കരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നിസ്കരിക്കണമെങ്കിൽ ഉളു വേണം. ഞാൻ നേരത്തെ പറഞ്ഞത് അതിനാ. ഉളു എടുക്കുന്നതിനെ കുറിച്ച് ഇമാമുകൾ പഠിപ്പിച്ച ഉളു ശരിയല്ല. ഓലൊക്കെ ഖുർആനിന് എതിരിൽ തിരിഞ്ഞവരാ. മുജാഹിദ് നേതാവ് പറയാ ഉളുവിന്റെ വിഷയത്തിൽ ഷാഫി ഇമാമിന് തെറ്റുപറ്റി. എന്താ മൂപ്പര ധൈര്യം? കേട്ടോളൂ നിങ്ങൾ, അയാൾ പറയുന്നത് കേട്ടോളൂ. മുജാഹിദ് നേതാവ് പറയാം, മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തു. പെണ്ണിനെ തൊട്ടാ ഒതുമുറിയാന്നുള്ള പ്രശ്നം തന്നെയില്ല. എന്ന ആയത്ത് ഇമാം ഷാഫി മനസ്സിലാക്കിയത് തെറ്റാണ്. നോക്കിങ്ങള് എന്താ ഓൻ ആരാ? ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു തെറ്റാണ് എന്ന് പറയാൻ ആർജവം കാണിച്ച ഈ പുൽക്കൊടി. നേരത്തെ ഞാൻ പറഞ്ഞത് പുൽക്കൊടി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പുൽക്കൊടികൾ പ്രതിഷേധിക്കും. അതാ ഷാഫി ഇമാം തെറ്റാണ്. ആരാ പറയുന്നത്? ഇതാണ് ഇവരുടെ അഹങ്കാരം. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചാൽ ആ നോക്കിയാൽ കാണുന്ന ആളെപ്പോലെ ഉണ്ടാവും. അതാണ് സഹോദരന്മാരെ. എന്നിട്ടോ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച ഉളുവൊക്കെ തെറ്റാണ്. എന്നിട്ടോ മുജാഹിദുകൾ കുറച്ച് ഉളുവാണ് പഠിപ്പിച്ചു. എന്നിട്ട് ഇപ്പത്തെ അവസ്ഥ എന്താ? ഞാൻ പറഞ്ഞില്ല, മുജാഹിദ് തന്നെ പറഞ്ഞു. മുജാഹിദിന്റെ അനുയായികൾക്ക് പണ്ട് മുതലേ പല ഷാഫി ഇമാമിനെ തള്ളി, അനുയായികൾക്ക് മൗലവിമാർ ഉളു പഠിപ്പിച്ചു. അപ്പൊ അതിനെ കുറിച്ച് നേതാവ് പറയാ ഒറ്റ ഒന്നിനും ഉളു ഉണ്ടാക്കാൻ അറിയില്ല. കേട്ടോളൂ, അയാളെന്നെ പറയണേ, ഞാൻ കേൾപ്പിച്ചേ. ഒന്നുണ്ടാക്കണ കോലം തന്നെ ഇപ്പൊ എന്താ? ഒന്നുണ്ടാക്കി വന്നാൽ പല സ്ഥലത്തും നനഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല. ഇങ്ങനെ ഇവിടെ ഒന്നും നനഞ്ഞുണ്ടാവില്ല. ഇനി 3 വട്ടം നിറഞ്ഞുണ്ടോ പൈപ്പിന്റെ ഓട്ടില് ഭർത്താനം എങ്ങനെ പറയണ്ടാവും? ഇതിപ്പോ എത്ര വട്ടാ? ഇതിപ്പോ എത്ര വട്ടാ? ഇത് 3 വട്ടായ. അങ്ങനെയെങ്കിലും കൈകടം നിറഞ്ഞാ പോരെ റസൂലിന്? കാലികലെങ്ങനെ ഒന്നായിട്ട് വെള്ളം മണ്ണ് ചവിട്ടിക്കൊണ്ടായി കഴിഞ്ഞ് വലത്തേ കാല് ചെയ്യുക, ഇടത്തേ കാല് ചെയ്യുക, ഇടത് കൈ കൊണ്ട് പിടിച്ച് ഇതൊന്നുമില്ല. ഒന്നുവിന്റെ കാര്യമൊക്കെ വളരെ അബദ്ധമാണ്. അതൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് അതെന്നെ പറയാം, ഒരു ദിവസം വേറെ വേണ്ടി വരും. ഒരു ദിവസം മാത്രം ഉദുവിനെ പറ്റി പറയാണ്ട്. അപ്പൊ മുജാഹിദിന് ഒരു ചുക്കും അറിയില്ല ഉദുവിനെ പറ്റി. എവിടെ എത്തി? അങ്ങനെ പകുതി നനഞ്ഞിട്ടും നനയാതൊക്കെ ഉദുണ്ടാക്കി നിസ്കരിക്കാൻ വരിക. നിസ്കരിക്കാൻ വന്നിട്ടുള്ള അവസ്ഥ എന്താ? അതാ വലിയ രസം. മൂത്രം കുടിച്ച മാതിരി മേലോട്ട് നോക്കിയിട്ട് അത്ര നിസ്കരിക്കണം. ഞാൻ പറയല്ല, അയാളെന്നെ പറയുന്നത് കേട്ടോളൂ. ഇനി നിസ്കരിക്കാനാണ് നിന്നാലോ? 35 കൊല്ലായി ഞാൻ ഈ പള്ളി നിസ്കരിക്കുന്ന നിൽക്കാരം നോക്കണം. നിങ്ങള് ഇങ്ങനെയൊക്കെ ഏപ്പിട്ട് നോക്കിയിട്ട് മൂത്രം കുടിച്ചാൽ ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ നിസ്കരിക്കാൻ നിൽക്കണ്ടേ? അള്ളാഹുവിന്റെ റസൂല് തല കുനിച്ചിട്ടാ നിൽക്കുക. ശരിക്ക് ലെവലായി നിന്നിട്ട് തട്ടല് നിവർത്തി തല അല്പം കുനിച്ച് സുജൂദിന്റെ ഭാഗത്തേക്ക് നോക്കണം. അങ്ങനെ നിസ്കരിക്കാൻ നിൽക്കേണ്ടത്. പക്ഷെ മുജാഹിദ് ഇമാമികളെ വിട്ടപ്പോ ഓല് മൂത്രം കുടിച്ച മാതിരി മേലെ നോക്കിയിട്ടാണ് ഓല നിസ്കാരം. അങ്ങനെ മൂത്രം കുടിച്ച മാതിരി മേലൊക്കെ നോക്കി നിസ്കരിക്കാൻ തുടങ്ങുക. ഈ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുക. തക്ബീറത്തുൽ ഇഹ്റാം ചെയ്താൽ നിങ്ങൾ എന്ത്? നിങ്ങളെ കൈ കെട്ടണ കോലുണ്ട്. കൈ കെട്ടേണ്ടത് എങ്ങനെ? മുസ്ലിമീങ്ങളെല്ലാവരും പഠിപ്പിച്ചു. അബൂ ഹനീഫ ഇമാമിന്റെ ഹനഫി മദ്ഹബാണോ പൊക്കിളിന്റെ താഴെയായിട്ട് കൈ കെട്ടും. ഷാഫി മദ്ഹബാണോ നെഞ്ചിന്റെ താഴെ പൊക്കിളിന്റെ മീതെ. ഇത് രണ്ടുമല്ലാതെ ഒരു കോലമാണ് മുജാഹിദ് പറഞ്ഞത്. ഏത്? നെഞ്ചിന്റെ മുകളിൽ. എങ്ങനെ? ആകെ ഞാൻ അപകടത്തിലാണ്, ഞാൻ തന്നെ കുടുങ്ങിയിരിക്കാം. മക്കളെ, നിങ്ങളാരും എന്നെ തുടരരുത് എന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശം എന്ന രൂപത്തിൽ. ഇതിനെക്കുറിച്ച് മുജാഹിദ് മൗലവി പറയാണ്. അതിനുവേണ്ടി സുന്നികളുമായി വാദപ്രതിവാദം നടത്തിയവരാ നമ്മള്. എന്നിട്ട് ഇപ്പത്തെ മുജാഹിദിന്റെ അവസ്ഥ എന്താ? ഇവിടെ എത്തിക്കണത് മൂപ്പരെന്നെ പറയുന്നത് കേട്ടോളൂ. കയ്യെട്ടലുണ്ട. കയ്യെട്ടിന് വാദപ്രതിവാദം നടത്തിയ കൂട്ടരെ നമ്മള്. ഇപ്പൊ മുജാഹിദ് പള്ളി പോയി നോക്കിയാ ഇങ്ങനെ കെട്ടി ഇങ്ങനെ എന്താ? എത്ര ഗൗരവമുള്ള വിഷയ. നിസ്കരിക്കാൻ വന്നിട്ട് തക്ബീറത്തുൽ ഇഹ്റാം പോലെ ഓരോ വലിയ KNM ISM ഒക്കെ ആയിരിക്കും. അവിടുത്തെ വലിയ നേതാക്കന്മാരെയൊക്കെ അറിയിക്കാണ്ടിരിക്കും.
പിന്നെ MSM-മാരെ കാര്യം പറയാണ്ടോ? സാധാരണ മറ്റുള്ളവരെ പറ്റി ഇവിടെ വർത്താനമില്ല, നമ്മളെ പറ്റി എന്നത്തെ വർത്താനം. നിങ്ങളെ പറ്റി തന്നെയാണ് ഇവിടുത്തെ വർത്താനം. വേറെ കുറച്ചുകൂടി ജമാഅത്തും തബ്ലീഗും കൂടി കുറച്ച് കൂടുന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങളെ പറ്റി തന്നെയാണ് ഇവിടുത്തെ വർത്താനം. നോക്ക് നിങ്ങൾ, മുജാഹിദുകളെ അനുയായികൾക്ക് മനസ്സിലായി ഇതൊരു 2ാം നമ്പർ പരിപാടി തന്നെയാണ് ഇവിടെ കയ്യട്ടല്. ഇത് ശരിയല്ല, ഇത് സുന്നികൾ പറഞ്ഞുകൊടുത്ത തന്നെ കാര്യം. ഏത്? അത് പൊക്കിളിന്റെ മീതെ നെഞ്ചിന്റെ താഴെയായിട്ട് ഇങ്ങനെ കെട്ടണം, അവിടെയാണ് ഇപ്പം ഉള്ളത്. അങ്ങനെ കൈയൊക്കെ കെട്ടിയാൽ പിന്നെ എന്താ പരിപാടി എന്നറിയോ? നായ ഓരിയിടുന്നത് പോലെ, ഒരു നൃത്തത്തിൽ 3 വട്ടം നായ ഓരിയിടുന്നത് പോലെ മുജാഹിദുകൾ ഓരിയിടുന്ന. മൂപ്പരുടെ പറയാണ് മുജാഹിദുകളെ നിസ്കാരം ഓല പള്ളിയിൽ നടക്കുന്നത് ഞമ്മക്കറിയില്ലല്ലോ, അവരല്ലേ പറയേണ്ടത്. അവര് പറഞ്ഞതൊന്ന് കേട്ടോളും. ഓല നവോത്ഥാനത്തിന്റെ കോലാപ്പത്. നമ്മളെ ആളുകള് അതുവരെ ഒരു കോട്ട നിസ്കരിക്കാൻ ഇങ്ങനെ ഓരിയിടുന്ന ഒരു റക്കായത്തിൽ 3 കോട്ട നോക്കുന്നുണ്ട് നമ്മളെ ചില ആളുകള്. അപ്പൊ എത്ര ഗൗരവമുള്ള വിഷയം അത്. ശൈത്താനാണ്. ശൈത്താൻ നിങ്ങളെ നിസ്കാരം പയപ്പിക്കാൻ. നബി പറഞ്ഞൊക്കെ ഞാൻ പറഞ്ഞല്ല, നായോരുന്നമായി നായോരുന്ന ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ നമ്മളെ ആളുകൾ കോട്ടാവി വന്നത് തല ഉയിക്കൂല എന്ന് മാത്രല്ല, കോട്ടാവി ഇങ്ങനെ ആക്കും. 3 വട്ടക്കൽ ഒരു റക്കായത്തിൽ കോട്ടാവി. മുജാഹിദിന്റെ നിസ്കാരം പറഞ്ഞത് അങ്ങനെയൊക്കെ പാടെ നിസ്കരിച്ച് ഓല് തീർത്തു. നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ പണ്ട് മുജാഹിദ് പറഞ്ഞത് എന്താ? കൂട്ടപ്രാർത്ഥന പാടില്ല, നമ്മൾ പിന്നെ ഇമാമു ദ്വാരക്ക മൗമിങ്ങൾ ആമീൻ പറയാം, അത് പറ്റൂല. ഇതിലേറെ നല്ലത് വ്യഭിചരിക്കലാണ്, മോഷ്ടിക്കലാണ് എന്നാ പണ്ട് പറഞ്ഞത്. മുജാഹിദ് ബാലുശ്ശേരി പണ്ട് പറഞ്ഞൊന്ന് വെച്ചു കൊടുത്ത അന്ന് കേട്ടോളൂ നിങ്ങൾ ആദ്യം. എന്നിട്ട് ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാള് ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമ പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്. സുബഹിക്ക് ശേഷമുള്ള കുനൂത്ത് അപ്പൊ എവിടെ ഓതലെന്ന് പോലും ഈ സാധുവിന് അറിയില്ല. ആഫീസിൽ നിന്ന് ഇങ്ങനെ എഴുതി കൊടുത്തു, അത് ഇവിടെ കൊടുത്ത് ഇങ്ങനെ ഛർദ്ദിക്കാന്നല്ലാതെ സുബഹിക്ക് ശേഷം കുനൂത്ത് ഒന്നുകൂടി ഒരു ബാഗ് ഇട്ടുകൊടുത്താ. ഞാൻ തമാശ പറയല്ല, നിങ്ങൾ ചിന്തിക്കണം ഇതൊക്കെ. ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത് ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. എന്താ നമ്മൾ കേൾക്കണേ? ഒരാൾ കുനൂത്ത് ഓതുകയാണെങ്കിൽ അതുപോലെ സുബ്ഹിക്ക് പിന്നെ ജമാഅത്തിന്റെ ശേഷം നിസ്കാര ശേഷം കൂട്ടപ്രാർത്ഥന നടത്തുകയാണെങ്കിൽ അതിലേറെ നല്ലത് എന്താ? വ്യഭിചരിക്കലാണ്, മോഷ്ടിക്കലാണ്. മഅദല്ലാഹ്. പണ്ട് മുജാഹിദ് പഠിപ്പിച്ചത് അങ്ങനെ. അതുകൊണ്ട് നിൽക്കാറും ഒറ്റ കുട്ടിയില്ലാതെ റബ്ബർ ബന്ധം എറിഞ്ഞ മാതിരി പോകരുത്. ഇപ്പോഴോ ഇപ്പൊ മുജാഹിദ് സങ്കടപ്പെട്ടുകൊണ്ട് മൂപ്പര് ചോദിക്കുക, മുജാഹിദ് നേതാവ് ചോദിക്കുക, നമ്മൾ ആൾക്കാർക്ക് നിസ്കാരം കഴിഞ്ഞാൽ ഒറ്റ ഒന്നിനവിടെ ഇത് ദിക്റും സലാത്തും ദിക്റും തസ്ബീഹും ചെല്ലാൻ ഒഴിവില്ല, ലോകോഗോയും മുട്ടട്ട മാതിരി ഓടുകയാണ്. കേട്ടോളൂ, അയാൾ പറയട്ടെ. അതുപോലെ നിസ്കാര ശേഷമുള്ള പ്രാർത്ഥനകള് കൂട്ടപ്രാർത്ഥന വേണ്ടാന്ന് നമ്മൾ പറഞ്ഞു. നിസ്കാര ശേഷമുള്ള പ്രാർത്ഥന നിർബന്ധമുള്ള പ്രാർത്ഥന എന്നല്ല. ഒരാൾക്ക് ഇപ്പൊ പെട്ടെന്ന് ഫോൺ ചെന്നിട്ട് വേണ്ടി വരും, പീടികയിലെ മറ്റോ നിസ്കരിക്കാൻ പോരാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ബസ് വരാണ്ട്, അങ്ങനത്തെ സന്ദർഭത്തിലേക്ക് നമുക്ക് എണീറ്റ് പോകാം. പക്ഷെ സ്ഥിരമായിട്ട് ലഗോം പോയി മുട്ടട്ട മാതിരി അസ്സലാമലൈക്കും അസ്സലാമലൈക്കും ഒറ്റ പോക്കാം. ഒരു ദിക്റും ഇല്ല, സലാത്തും ഇല്ല. നമ്മൾ മദ്രസയിൽ പഠിപ്പിക്കണ്ടോ എത്രയാണ്? ഒരു ദിക്റും ഇല്ല, സലാത്തും ഇല്ല, ഒറ്റ ലഗോം പോയി മുട്ടട്ട മാതിരി പോവാണ്. കൂട്ടിപ്പിടിച്ച് കരയാണ് ഇപ്പൊ മുജാഹിദ്. അന്ന് നമ്മുടെ ഉലമാക്കൾ പറഞ്ഞത് സുന്നത്താണ്, ഇത് നിങ്ങൾ ചെയ്യാതെ പോകരുതേ എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ നവോത്ഥാനത്തിന്റെ ആളുകളാണ്, ഞങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞതിനൊന്നും ഇരിക്കൂല പോലോ. ഇപ്പൊ അവർ കൂട്ടിപ്പിടിച്ച് കരയാ. ഇവരുടെ നിസ്കാരം എന്തിനാ? ഈ മൂപ്പരനെ പറഞ്ഞു, മുജാഹിദുകളെ നിസ്കാരങ്ങാനും അല്ലാഹുവിന്റെ റസൂല് കണ്ട 25 വട്ടം മടക്കി നിൽക്കേൽപ്പിക്കുന്ന പറഞ്ഞത്. കേട്ടോളൂ, ഞാൻ പറയല്ല, നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മുജാഹിദ് തന്നെ അത് പറയാണ്. കേട്ടോളൂ, ഒന്ന് വെച്ചോളൂ. ഇന്ന് നമ്മളെ പല ആളി നിസ്കാരം അള്ളാന്റെ റസൂല് കണ്ട 25 വട്ടം മടക്കി. അതാണ് ആദ്യം നമ്മൾ നിസ്കാരം പഠിക്കുന്നുണ്ടോ? ഇല്ല. പഠിക്കണ പരിപാടി തന്നെ. പണ്ട് പഠിച്ച എന്തൊക്കെ ജഹാലത്തുണ്ടോ അതൊന്നോട്ട് മറക്കൂല, പുതിയതൊന്നോട്ട് പഠിക്കൂല. മാർക്ക് 2 വർത്താനാണ് പറഞ്ഞത്. ശരിയാണ്, പണ്ട് പഠിച്ച ജഹാലത്തല്ലാതെ പുതിയതൊന്നോട്ട് പഠിക്കൂല. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ആദ്യം പറഞ്ഞത്, നമ്മൾ ഓച്ചിറ ഉപ്പാപ്പ തന്നെ ആള് ഇസ്ലാമെന്ന് പുറത്തു പോയ കാഫറാണ്. എത്ര ലാഘവത്തിലാ കാഫറായി പ്രഖ്യാപിച്ചത്? അയാൾ മുസ്ലിം അല്ല എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് ഫത്വ ഇറക്കി പോവുകയാണ്. ഡോക്ടർ ഇവിടെ നേരിട്ട് അനുഭവിച്ച ബഹുമാനപ്പെട്ട ഡോക്ടർ അല്ലമീൻ, ഡോക്ടർ ഇവിടെ ഉണ്ടായത് കൊണ്ടല്ല, അത് അനുഭവ സാക്ഷ്യം നമുക്ക് പറയാൻ കഴിഞ്ഞത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ ഏർപ്പാടിലും ജോലിയിലും ഒക്കെ ഹോസ്പിറ്റലിലും ചികിത്സയിലും വലിയ ബറക്കത്ത് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. പച്ച നുണ പറഞ്ഞുകൊണ്ട് പോവുക, ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്വഭാവം. നുണ പറയാൻ യാതൊരു ലജ്ജയില്ല. ആളെ കാഫറാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇസ്ലാമിന്റെ നിയമം എന്താണെന്നറിയോ? 99%
ഒരാൾ കാഫിറാന്ന് പറയാനുള്ള സാധ്യതകളും ചേരുവകളും ഒക്കെ ഉണ്ട്. പക്ഷെ 1% അതിനെതിരിൽ അങ്ങനെ അല്ലാത്തൊരു സാധ്യതയും കൂടി ഉണ്ടെങ്കിൽ അയാൾ കാഫിറാന്ന് പറയരുത് എന്നാ ഇസ്ലാമിന്റെ സമീപനം. അത് ഞാൻ ഉപ്പാപ്പാനെ പറ്റി പറയല്ല, പൊതുവിൽ ഇസ്ലാമിന്റെ സമീപനം അങ്ങനെ. എന്നിട്ട് കൂടി മുജാഹിദുകൾ കാണുമ്പോഴേക്ക് ഒരാളെ ഇസ്ലാമിൽ പുറത്താക്കാനുള്ള പരിഹാരം എന്താണെന്നാണ് ഇവര് ചിന്തിക്കുന്നത്. നമ്മളെല്ലാവരും കാഫിർ മുശ്രിക്ക്, അതിൽ കുറഞ്ഞ പരിപാടിയില്ല. അതാണ് ഇവിടെയും മുജാഹിദുകൾ ഈ പറഞ്ഞത്. അപ്പൊ അവരുടെ നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ പലതും പറയേണ്ടവയിലേക്ക് കടക്കാൻ സമയമില്ല. സ്ത്രീകളുടെ ജുമാ ജമാഅത്ത് ഞാൻ പറഞ്ഞില്ലേ, അന്ന് മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞു സ്ത്രീകൾ രംഗത്ത് വന്നാൽ അതുകൊണ്ടുള്ള പുറപ്പാട്, അതുകൊണ്ടുള്ള ഫസാദ് അത് വളരെ ഉറപ്പുള്ളതാണ്. അതുകൊണ്ട് സ്ത്രീകൾ പള്ളിയിലേക്ക് പുറപ്പെട്ടു പോകാൻ പാടില്ല എന്നതാണ് ശരിയായ അഭിപ്രായം എന്ന് നമ്മുടെ ഉലമാക്കൾ പറഞ്ഞു. മുജാഹിദ് പറഞ്ഞു അതൊന്നും ഞങ്ങളോട് പറയണ്ട, ഞങ്ങൾ നവോത്ഥാനത്തിന്റെ ആളുകളാണ്, ഞങ്ങൾക്ക് പുരുഷന്മാർ മാത്രം പോരാ സ്ത്രീകളും കൂടി ഉണ്ടെങ്കിലേ ഞങ്ങൾക്കൊരു ഉഷാറാവുള്ളൂ എന്ന് പറഞ്ഞ് അവർ പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുപോയി. ഇപ്പൊ എന്താ ചെയ്യണത്? ഇപ്പൊ അതിന്റെ പേരിൽ സങ്കടപ്പെടുകയാണ്. മുജാഹിദ് മൗലവി പറഞ്ഞത് കേട്ടോളൂ, നമ്മളെ മുസ്ലിം സ്ത്രീകൾക്ക് തീരെ, അയാളെന്നെ പറയട്ടെ, തീരെ ലജ്ജയില്ല എന്നാ പറഞ്ഞു. വെച്ചുകൊടുക്കും നമ്മുടെ വസ്ത്രധാരണ രീതി. മുജാഹിദുകൾ എല്ലാ രംഗത്തും മറ്റുള്ളവർക്ക് മാതൃകയാകണമെന്ന് പറഞ്ഞല്ലോ. എന്താ നമ്മളെ വേഷവിധാനത്തിന്റെ കഥ? നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികൾ, പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികൾ പർദ്ദയിടാൻ മടിക്കുന്നു. എന്താ? പർദ്ദയിട്ടാ പ്രായം തോന്നിക്കൊള്ളൂ, ചുരിദാറിട്ടാ പ്രായം കുറവ് തോന്നിക്കും. അതുകൊണ്ട് 35-40 വയസ്സുള്ള തള്ളച്ചി പെണ്ണുങ്ങൾ എന്ത് ചെയ്യാണ്? ചൂരിയും താറൂടുകയാണ്. എന്നിട്ട് സൈഡ് ഓപ്പൻ, ഇവിടുന്ന് ഇങ്ങോട്ട് വയറിന്റെ കക്ഷം മുതൽ വയറിന്റെ ഇതുവരെ ഇങ്ങോട്ട് ടൈറ്റ് ആക്കിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഓപ്പൻ. എന്നിട്ട് ആ കാല് മുഴുവൻ കനം കുറഞ്ഞ പാന്റും അതിന്റെ എല്ലാ ഭാഗങ്ങളും കൃത്യമായി എല്ലാവർക്കും കാണാം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. കണ്ട അപ്പച്ചനഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ചൊല്ലിക്കൊണ്ടേയിരിക്കണം, കണ്ണ് താത്തിക്കൊണ്ടേയിരിക്കണം. അങ്ങനത്തെ അവസ്ഥയപ്പം നല്ലത്. ഞങ്ങൾ അടുക്കൊരു മാല മേടിച്ചു തരാം, ചൊല്ലിക്കോ. അന്ന് നമ്മളെ ഉലമാക്കൾ പറഞ്ഞതാ ഇത് പാടില്ല, സ്ത്രീകളെ നിങ്ങൾ പൊതുരംഗത്തേക്ക് ഇറക്കരുത്, ഹറാമാണ്. അന്ന് മുജാഹിദ് പറഞ്ഞു ഞങ്ങളോട് പറയണ്ട, ഞങ്ങൾ നവോത്ഥാനത്തിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് പെണ്ണിന്റെ കയ്യും പിടിച്ച് ഭരിച്ചു കൊണ്ടുപോയ കൂട്ടര് ഇപ്പൊ പറയാ നമ്മൾ ചെല്ലിക്കൊണ്ടേ ഇരിക്കണം, കണ്ണ് താഴ്ത്തിക്കൊണ്ടേ ഇരിക്കണം. ഇതിനൊക്കെ അറിയോ സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുന്നത് എങ്ങനെ? അതും അയാളെന്നെ പറയുന്നു. വെച്ചുകൊടുത്ത അപ്പൊ പല പെണ്ണുങ്ങളും പള്ളിയിൽ പോകുന്ന വെള്ളിയാഴ്ച ജുമാക്കാന്ന് പറഞ്ഞ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുക, വാനിറ്റി ബാഗിൽ നിക്കാർ കുപ്പായം ഉണ്ടാകും, മുക്കാ കയ്യിൽ പിന്നെ ചുരിദാർ ഇട്ടിട്ട് ഇങ്ങനെ വിലസി നടന്നിട്ട് പള്ളിയിൽ ജുമാന്റെ നേരത്ത് ആ മുക്കാർ കുപ്പായിട്ട് എടുത്തുകൊണ്ട് പള്ളിക്കാണ് കയറുക. അവിടുന്ന് ഇറങ്ങിയ ആ നിക്കാർ കുപ്പായം അയച്ചിട്ട് ബാഗിൽ തന്നെ വെക്കുക. സുഗന്ധം പൂശി പൗഡർ ഇട്ട് കൺമശി എഴുതി ആളുകൾ ആകർഷിക്കുന്ന തരത്തിൽ നമ്മുടെ പെൺകുട്ടികൾ പോകാൻ പാടുണ്ടോ? വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടുണ്ടോ? ഭയങ്കര തെറ്റല്ലേ അത്? അത് നിയന്ത്രിക്കാൻ ആരാ സുഹൃത്തുക്കളെ? നമ്മളല്ലേ നിയന്ത്രിക്കേണ്ടത്? എല്ലാ പെൺകുട്ടികളെ കയ്യിലും മൊബൈലാ, എല്ലാ ഓട്ടോറിക്ഷക്കാരെ നമ്പർ പോലെയൊക്കെ ഉണ്ടാവും. ആരോടാ അത് പറയാ? ആരോടാ നമ്മൾ സങ്കടം പറയാ? ആപ്പീസിലേക്ക് കാഹളം വെച്ച് സങ്കടം പറയാ, വേറെ ഒരു പരിഹാരവും ഇല്ല. അന്ന് നമ്മുടെ ഉലമാക്കൾ പറഞ്ഞതാ ഇത് തെറ്റാണ്. സഹോദരന്മാരെ, മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ വന്ന് നടത്തിയ നവോത്ഥാനത്തിന്റെ ചെറിയ ചിത്രങ്ങളാണിത്. പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്.